ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ ട്രൈ ചെയ്യുന്നുള്ളൊരു ഡിവൈസ് ഞാൻ പുതുതായിട്ട് മേടിച്ചു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസാണ്. ഇപ്പം എൻ്റെ വീട് 2 നില വീടാണ്. അപ്പം എല്ലാ സ്ഥലത്തും നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. നമ്മളുടെ വൈഫൈ എക്സ്റ്റെൻഡ് നമുക്ക് വരുന്ന ഇൻ്റർനെറ്റ് ഡിവൈസ് വെച്ച് നമുക്ക് എല്ലായിടത്തും ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല. ചിലപ്പോൾ സമയത്ത് നമുക്കൊരു ഫോൺ കോളൊക്കെ വരുമ്പം വോയിസ് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ, വീഡിയോ കോളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ ഡിവൈസ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ഡിവൈസിന് അടുത്ത് പോയിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ച ഒരു ഡിവൈസാണിത്. ഇത് TP ലിങ്കിൻ്റെയാണ്. ഒരു 1300 രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇത് ഞാൻ തുറന്നിട്ടില്ല. ഇതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് പവർ ബട്ടണാണ്. ഇത് പവർ പ്ലഗിൽ കുത്തിയതിന് ശേഷം പവർ ബട്ടൺ കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വൈഫൈ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആ വൈഫൈ നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു URL അടിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ജിയോ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ, ജിയോ ഫൈയുടെ യൂസ് ചെയ്യുന്ന പോലെ 192.168.0.254 എന്നുള്ള IP അഡ്രസ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ആ യൂസർ നെയിം പാസ്വേഡ് നമുക്ക് വരുന്ന ഇൻഫർമേഷൻ്റെ അകത്ത്, നമ്മുടെ ഇൻഫർമേഷൻ്റെ അകത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക, അതിൻ്റെ അകത്ത് കയറുക. അതിൻ്റെ അകത്ത് കയറി ഇതിന് പ്രത്യേക യൂസർ നെയിം പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ വൈഫൈയില്ലേ, നമുക്ക് ഓൾറെഡി ഉള്ള ഇൻ്റർനെറ്റ് വരുന്ന നമ്മുടെ വൈഫൈയുടെ യൂസർ നെയിം പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്യണം. വൈഫൈ യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും കണക്റ്റഡായി. നമുക്ക് തരുന്ന ഇൻ്റർനെറ്റ് ഇവിടെ ഒരു ബൂസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് റിപ്പീറ്റ് ചെയ്യുക. ഇത് റിപ്പീറ്ററായിട്ട് ഉപയോഗിക്കും. ആ റിപ്പീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പം അതാണ് ഇതിൻ്റെ ഫങ്ഷനിങ്. നമ്മൾ യൂസ് ചെയ്യേണ്ട എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഡിവൈസ് നമുക്ക് വെച്ചിരിക്കുന്നു. നമുക്ക് താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വൈഫൈ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, അവിടെ എവിടെയെങ്കിലും നമ്മൾ ഈ ഡിവൈസ് സെറ്റ് ചെയ്യുക. അപ്പം അത് ഇൻ്റർനെറ്റ് അതിൽ നിന്ന് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ വീട് നിറച്ച് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ മുറികളിലും നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നതായിരിക്കും. 3 ഇയർ വാറൻറ്റി വരുന്നുണ്ട്. മറ്റ് സാധാരണ കൂടുതൽ സെറ്റിങ്സ് ഒന്നുമില്ല. നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിലാണ്. നമ്മൾ വൺ ടൈം നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. നമ്മൾ വർക്ക് ഫ്രം ഹോമോ ഒക്കെ ചെയ്യുമ്പോൾ വെരി യൂസ്ഫുൾ പ്രൊഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.